വിക്രമാദിത്യ കഥകൾ ഭാഗം 9. കൂട്ടുകാരെ, വേതാളം പറഞ്ഞ 9ാമത്തെ കഥ നമുക്ക് കേട്ടാലോ. വിക്രമാദിത്യൻ നിരാശനായില്ല. വേതാളം വീണ്ടും കസ്റ്റഡിയിലായി. അതിൻ്റെ നാക്കത്ത് നിന്ന് ഇക്കുറിയും പുതിയൊരു കഥയുടെ തേനുറവ പൊട്ടിയൊഴുകി. പണ്ടൊരിക്കൽ സർവാംഗ സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. വളരെ സുന്ദരനും പ്രാണികളുടെ ഭാഷ അറിയുന്നവനുമായ ഒരു രാജകുമാരൻ ആ സുന്ദരിയെ വിവാഹം കഴിച്ചു. ഒരു തവണ നവദമ്പതികൾ കട്ടിലിൽ ശയിച്ചുകൊണ്ടിരിക്കെ താഴെക്കൂടി പൊയ്ക്കൊണ്ടിരുന്ന ഉറുമ്പുകൾ കട്ടിലിനെ കാലിൽ മുട്ടി മാർഗതടസ്സം വന്ന് വിഷമിച്ചു. നിരനിരയായുള്ള അവരുടെ സഞ്ചാരം തടയപ്പെട്ടപ്പോൾ ചില ഉറുമ്പുകൾ അതിൻ്റെ കാരണം അന്വേഷിച്ചു. ഒരെണ്ണം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദമ്പതികൾ കിടന്നുറങ്ങുന്ന ഈ കട്ടിലിൻ്റെ കാലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് കേട്ട് മറ്റൊരു ഉറുമ്പ് അത്യധികം കോപത്തോടെ ഒച്ചയെടുത്തു, അങ്ങനെയാണെങ്കിൽ ആ നശിച്ച കട്ടിലെടുത്ത് എവിടേക്കെങ്കിലും വലിച്ചെറിയരുതോ നിങ്ങൾക്ക്? ഇവരുടെ രസകരമായ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചു കിടന്നിരുന്ന രാജകുമാരൻ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചിരിച്ചുപോയി. ഞെട്ടി ഉണർന്ന രാജകുമാരി ഭർത്താവിൻ്റെ ചിരിക്കുള്ള കാരണം എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കെ, കുമാര, ഞങ്ങളുടെ സംഭാഷണം പുറത്തു പറഞ്ഞാൽ നിന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് ഞങ്ങൾ ശപിച്ചിരിക്കുന്നു. ഉറുമ്പുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞാൽ തൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് അറിയിച്ചിട്ടും രാജകുമാരി നിർബന്ധം പിടിച്ചു. ആകെ സങ്കടത്തിലായ രാജകുമാരൻ മരിക്കാൻ തയ്യാറായി ദർഭവിരിപ്പിൽ കിടന്നുകൊണ്ടിരിക്കെ 2 ആടുകൾ അതിലെ പോകുന്നത് കണ്ട് അപ്പോഴാണ് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നത്. ആണാട് പറഞ്ഞു, ഈ രാജകുമാരനെ പോലെ ഞാൻ ഒരിക്കലും വിഡ്ഢിയാവുകയില്ല. എൻ്റെ ജീവൻ പണയപ്പെടുത്തി നിനക്ക് വേണ്ടി ആവശ്യമില്ലാത്ത കാര്യത്തിന് ഈ സാഹസമൊന്നും ഞാൻ കാണിക്കുകയില്ല. അത് കേട്ട് നമ്മുടെ പെണ്ണാട് അങ്ങ് തട്ടിക്കേറി. അപ്പോൾ ആണാട് വീണ്ടും പറഞ്ഞു, വലിയ പവറൊന്നും പറയണ്ട, നീ ഇല്ലെങ്കിലും എനിക്ക് ധാരാളം ഭാര്യമാരെ കിട്ടും. ആണാട് പെണ്ണാടിനെ അങ്ങനെ ഉപേക്ഷിച്ചു. അത് കണ്ട രാജകുമാരൻ തൻ്റെ ജീവൻ വെടിഞ്ഞ് ഒരു പെണ്ണിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവളെ ഉപേക്ഷിച്ച് കളഞ്ഞു. കഥ നിർത്തി വേതാളം ചോദിച്ചു, ഇതിൽ ആണാടിൻ്റെയോ രാജകുമാരൻ്റെയോ ആരുടെ പ്രവൃത്തിയാണ് ബുദ്ധിപരമായത്? സ്ത്രീയുടെ വാക്കുകേട്ട് അപകടത്തിൽ ചാടാൻ ഒരുമ്പെടാത്ത ആണാടാണ് സമർത്ഥൻ എന്ന് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. വേതാളം സ്വതന്ത്രനായി വീണ്ടും ഓടിപ്പോയി മുരുക്കിൻ മരത്തിൽ കയറി തൂങ്ങിയാടാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരെ, വേതാളം പറഞ്ഞ അടുത്ത കഥയുമായി അടുത്ത ദിവസം കാണാം. ബൈ.